ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് പിന്നാലെ ഓബായ് ഓസി എന്ന ദിയ കൃഷ്ണയുടെ സ്വന്തം ബിസിനസ് പാർട്ട്ണറിന് മേൽ നിരവധി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെയുള്ള മറുപടിയും പിന്നെ വീട്ടിലെ വിശേഷങ്ങളും പങ്കുവെക്കാൻ വളരെയേറെ നാളുകൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. അച്ഛനെയും കൂട്ടി ആദ്യമായി തന്റെ ഷോപ്പിൽ വന്നു. അച്ഛൻ ഇതുവരെ എൻ്റെ ഷോപ്പ് കണ്ടിട്ടില്ല. അച്ഛനത് കാണണമെന്ന് മതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛനത് പലപ്പോഴും ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. ഞങ്ങളും പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സമയമൊന്നും അടുപ്പിച്ച് ഒരുമിച്ച് വന്നില്ല. അത് വല്ലാത്ത തിരക്കായി മാറി. ഇന്നാണ് അച്ഛനത് സന്ദർഭമായി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കരുതി ഒരു വ്ളോഗായി തന്നെ പങ്കുവയ്ക്കാമെന്ന്. അങ്ങനെയാണ് ഈ വ്ളോഗിലേക്ക് എത്തിയതെന്ന് ദിയ കൃഷ്ണ പറയുന്നു. കുറേയധികം നാളുകളായി ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് എനിക്കത് മനസ്സിലാക്കും. നിങ്ങളും അത് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ പറയുമെന്ന് ദിയ പറയുന്നു. അച്ഛൻ എൻ്റെ കടയിൽ ആദ്യമായി വന്ന ദിവസമാണ്. അത് ഞാൻ എടുക്കണമെന്ന് കരുതുന്നു. അമ്മ പലപ്പോഴും വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അമ്മ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വരുന്ന എൻ്റെ ഓർഡറുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അമ്മ അവിടെ ഇവിടെയും കയറി നോക്കും. അതുപോലെ തന്നെ അഹാനയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ വാങ്ങാനും വന്നിട്ടുണ്ട്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് വീട്ടിൽ ഏറ്റവും കൂട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പൊതുവെ ആദ്യം പറയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ എന്താ ഇതുവരെ ബിസിനസ്സിൽ വരാത്തതെന്ന് നിരവധി പേർ ചോദിക്കുന്നു. അച്ഛന് സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് അങ്ങനെ ഒരു സമയം കിട്ടി. അങ്ങനെ അച്ഛൻ എൻ്റെ കടയിൽ വന്നു. അപ്പോൾ ഞാനത് വീഡിയോ ആക്കി എന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. ദിയയുടെ വീഡിയോയ്ക്കായി കാത്തിരുന്ന നിരവധി പേർ ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നുണ്ട്. ദിയ കൃഷ്ണ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഗർഭിണിയാണോ എന്നുള്ള സംശയത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ. 1 മാസം കഴിയാതെ താരങ്ങൾ ആരും ഇത് വെളിപ്പെടുത്താറില്ല. അതുതന്നെയാണ് ദിയയും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് വാർത്തകളെന്ന് പറയാം. ദിയ കൃഷ്ണയുടെ വാർത്ത തന്നെ ആരാധകർ ഇപ്പോൾ ഒരുപാടായി ഏറ്റെടുക്കുന്നു. ദിയ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ്. ദിയ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും പ്രേക്ഷകർ അന്വേഷിച്ചെത്തും. അത്രമാത്രം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാണ് ദിയ. ദിയ മാത്രമല്ല, ദിയയുടെ മറ്റ് ദിയയുടെ സഹോദരിമാരും ഇതിനോടകം തന്നെ വൈറലാണ്. ചെറിയ വീഡിയോ പങ്കുവച്ചാൽ പോലും ഇവർ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ആരാധകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളൊക്കെ തന്നെയും നിമിഷങ്ങൾക്കുള്ളിലാണ് ആരാധകർ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും. ആരാധകരുടെ പ്രിയപ്പെട്ട ദിയ കൃഷ്ണ ഗർഭിണിയാണോ ഇല്ലയോ എന്നുള്ള വിവരം ദിയ തന്നെ പങ്കുവയ്ക്കാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഉറപ്പായും ദിയ തന്നെ പങ്കുവയ്ക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിയയാണ് ഇതുവരെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് സമയം വേണം. 3 മാസമാകാതെ ഇവരാരും ഒരു കാര്യവും പങ്കുവെക്കില്ല. ആ 3 മാസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമല്ലോ എന്നാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ആരാധകർ പോലും ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.